നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ഇനി കിട്ടുമെന്ന് വലിയ വിശ്വാസമൊന്നും വേണ്ട. ഈ പറഞ്ഞതിനർത്ഥം സർക്കാർ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കുന്നു എന്നല്ല. നിലവിൽ 6 മാസമായി കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷനുകൾ ഇനി ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. അത് നൽകി തീർക്കണമെങ്കിൽ 4800 കോടി രൂപ വേണം. 4800 കോടി പോയിട്ട് 1 കോടി രൂപ കേരള ഖജനാവിൽ ഇല്ല. ലോക്സഭാ ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി 2 മാസത്തെ പെൻഷൻ പെൻഡിങ് തുക നൽകി. അത് കൃത്യമായും വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള ഒരു തന്ത്രമാണ്. ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് പെൻഷൻ തുക സർക്കാർ ട്രഷറിയിൽ അല്ല സൂക്ഷിക്കുന്നത്. പെൻഷൻ കൊടുക്കുവാനുള്ള കമ്പനിയുടെ കൈവശം അത്യാവശ്യം 1 മാസം നൽകുവാനുള്ള പണം ഉണ്ടായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ട്രഷറിയിൽ 1 പൈസ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന പണം ഇപ്പോൾ ട്രഷറിയിലേക്ക് സമ്മർദ്ദത്താൽ മാറ്റിയിരിക്കുകയാണ്. 1600 രൂപ വെച്ച് 6 മാസ പെൻഷൻ 9600 രൂപ ഇനി ഒരുമിച്ച് കിട്ടുമോ അതല്ലെങ്കിൽ തവണകളായി കിട്ടുമോ എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നവർ തൽക്കാലം അത് വേദനയോടെ അങ്ങ് മറക്കുക. അതാണ് നല്ലത്. എന്തൊരു ഗതികെട്ട ജന്മങ്ങളാണ് നമ്മൾ. 1600 രൂപ കൊണ്ട് മരുന്നും ചിലവും കഴിക്കുന്ന ആയിരക്കണക്കിന് അഗതികളുണ്ട്. അവർക്ക് ഈ പണം കിട്ടുമെന്ന് കരുതി പലയിടങ്ങളിൽ നിന്നും കടം വാങ്ങിയൊക്കെയാണ് ഇതുവരെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഇനി പണം ലഭിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വാർദ്ധക്യത്തെ സംരക്ഷിക്കുക എന്നത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് സർക്കാരിൻ്റെ ഭരണ പരാജയം തന്നെയാണ്. 2024 ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ കൃത്യമായി ഉറപ്പ് നൽകിയതാണ് കുടിശ്ശിക പെൻഷൻ തുക നൽകുമെന്നും ഇനി ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് പെൻഷൻ മുടങ്ങില്ല എന്നുമൊക്കെ. അതൊക്കെ വെള്ളത്തിൽ വരച്ച വരകളായി മാറിക്കഴിഞ്ഞു. അരവർഷത്തെ പെൻഷൻ തുക നൽകാതെ ഈ വാർദ്ധക്യത്തെ ഗവൺമെന്റ് കൈയൊഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയാം. റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാകുന്ന റേഷൻ വിഹിതം, സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങൾ, സർക്കാർ ആശുപത്രിയിലെ മരുന്നുകൾ, വൃദ്ധമാതാപിതാക്കൾക്ക്, കലാകാരന്മാർക്ക്, വിധവകൾക്ക്, അംഗപരിമിതർക്ക് ഒക്കെ അർഹമായ പെൻഷനുകൾ, ഇതൊന്നും ദയവായി മുടക്കരുത്. കാരണം ഇതൊക്കെ ഇന്നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ജീവനും ജീവിതവും നിലനിർത്താൻ വേണ്ടിയുള്ള അവകാശങ്ങളാണ്. ചോർന്നൊലിക്കുന്ന കൂരയിൽ റേഷനരി വാങ്ങിച്ച് വിറകടുപ്പിൽ കഞ്ഞി വെച്ച് ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നും കിട്ടുന്ന മരുന്നുകൾ വാങ്ങിക്കഴിച്ച് ചെറുരീതിയിലെങ്കിലും രോഗശമനമുണ്ടാക്കി ഈ മണ്ണിൽ കിടന്ന് മരിക്കുവാനുള്ള ദയെങ്കിലും ഈ നാട്ടിലെ പട്ടിണി പൗരന്മാരോട് കാട്ടണം. പെൻഷൻ പോലും നൽകാതെയുള്ള ഒരു ഹൈടെക് വികസനങ്ങളും നവീനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഈ നാട്ടിൽ വേണ്ട സർക്കാരെ. വിശപ്പെന്നത് ഒരു ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയ വികാരമാണ്. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും. ഇന്നാട്ടിലെ സമ്പന്ന വർഗത്തിനും കോർപ്പറേറ്റുകൾ സംരക്ഷിക്കുവാനും വേണ്ടി മാത്രമാകരുത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ദേശത്തെ ദാരിദ്ര്യവും സാധാരണക്കാരൻ്റെ ന്യായ അവകാശ സംരക്ഷണത്തിനുമാകണം ആദ്യ പരിഗണന നൽകേണ്ടത്. കള്ളിനടിക്കടി ഇങ്ങനെ വില കൂട്ടിയും ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഒരു ഗവൺമെന്റിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? കേരളത്തിൽ നിന്ന് കിട്ടുവാനുള്ള നികുതി കുടിശ്ശിക എത്ര 1000 കോടിയാണ്. അതൊന്നും 4 ഓലക്കീർവാകിയ ചെറുകൂരകളിൽ താമസിക്കുന്നവർ നൽകാനുള്ളതല്ല. മാസം തോറും കോടികൾ കൊയ്യുന്ന വമ്പൻ സ്വകാര്യ കമ്പനികൾ 4000 സ്ക്വയർ ഫീറ്റിലും അധികമുള്ള മണിമാളികകളിൽ സസുഖം വാഴുന്നവർ, അത്യാഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങി നൽകുവാനുള്ള ടാക്സ് അതല്ലെങ്കിൽ കരത്തുകയുടെ പെൻഡിംഗ് ആണ്. സർക്കാർ കെട്ടിടങ്ങളിൽ ശീതീകരണ സംവിധാനങ്ങളിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന മുന്തിയ ഗവൺമെന്റ് സാർമാരെ കളത്തിലിറക്കണം. സർവ്വ നികുതിയും പിരിച്ചുകൂട്ടി അതിൽ നിന്നും പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷനുകൾ ആദ്യം നൽകണം. അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുവാനുള്ള ആരോഗ്യമില്ലാത്തവരാണ് സാർ. 1000 കോടി പുണ്യം കിട്ടും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.